എൻ്റെ ഔട്ട്ഫിറ്റ് ഫസ്റ്റ് ഡേ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പം റെഡി ആവുന്നതിന് മുന്നേ നമ്മൾ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ കാണാൻ പോകുന്നത്. അത് കഴിച്ചിട്ട് പാക്കാം. നമ്മൾ റിസോർട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ നമ്മൾ പറയുമായിരുന്നു നമുക്ക് അങ്ങനെ ഒരു വേറൊരു സ്ഥലത്ത് വന്നൊരു ഫീലിംഗ് ഒന്നുമില്ല. ഭയങ്കര എന്താ പറയുക, നമ്മളൊക്കെ നാട്ടിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ പോകുന്ന ആ ഒരു മൂഡ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ പാക്കേജിൽ നമ്മളവിടെ എത്തുന്ന ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല, വെൽക്കം ഡ്രിങ്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവർ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 11:30 ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കഴിച്ചു. പൊറോട്ടയും ചിക്കൻ കറിയും മീൻ കറിയും അങ്ങനെയൊക്കെയായിരുന്നു. മീൻ കറി പിന്നെ അവിടെ മസ്റ്റാണ്, എല്ലാ ദിവസവും മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പിന്നെ വഴിയെ നമുക്ക് പറയാം, രക്ഷയില്ലാത്ത ഫുഡാണ് അവിടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതൊക്കെ എടുത്ത് നമ്മൾ കഴിച്ചു. പിന്നെ ഫസ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ, നമ്മൾ എങ്ങനെയായിരിക്കും ഫുഡ്, എങ്ങനെയായിരിക്കും ആൾക്കാരെന്നൊക്കെ വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് തന്നെയായിരുന്നു നമ്മൾ. അപ്പം നമുക്ക് ഇവിടെ ഫുഡ് കഴിച്ച് നോക്കാം. നമ്മൾ നോർമൽ കേരള ഐറ്റംസ് തന്നെയാണ് എല്ലാവരും നോക്കാം. മീനുണ്ട്, നല്ല ദിവസമുണ്ട്. ചിക്കൻ. മെയിൻ പ്രത്യേകത നമ്മുടെ നാട്ടുകാർ മാത്രമേ നമുക്ക് മീൻ കിട്ടിയുള്ളൂ, അമ്മയിലാക്കി തരുന്നത്. ബാംഗ്ലൂർ നമ്മൾ മീൻ വാങ്ങാറില്ല, പക്ഷേ ഇവിടെ അതുകൊണ്ട് നമുക്ക് മീൻ കിട്ടി. ഇവിടെ ഫുൾ മീനാന്ന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ വന്നിരിക്കുന്നത് എൻജോയ് ചെയ്യാനല്ലേ. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും മറന്ന് നമുക്ക് എൻജോയ് ചെയ്യാം. നമ്മൾ നേരെ നമ്മൾ നിൽക്കുന്നിടത്ത് നേരെ കാണുന്നത് നമ്മുടെ നല്ല സൂപ്പർ ബ്ലൂ സീ ആണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകാം. ഇതെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് എന്നോട് ആരൊക്കെയോ പറഞ്ഞത്, അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ചരിത്രമൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പാകിസ്ഥാൻ മുന്നേ വന്നിട്ട് ഇതൊക്കെ കൈയടക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഭാഗ്യത്തിന് നമുക്ക് തന്നെ ഇന്ത്യൻ്റെ ഒരു ഭാഗമാണ് ഇതെന്ന് ഒക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിങ്ങനെ പാക്കേജൊക്കെ എടുത്ത് വന്ന സമയത്ത് ഞാൻ ആലോചിച്ച കാര്യം എന്ന് പറയുന്നത്, അവരിപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും, അവിടുത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അവിടുത്തെ ഓരോ മൊമെൻറ്റ്സും നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ എവിടെ പോകുന്നുണ്ട് എനിക്ക് അങ്ങനെ ധൃതി പിടിച്ച് പോകുന്ന ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. കുറച്ച് നമ്മുടേതായ സമയം എടുത്ത് ഭയങ്കര ആ ഒരു മൊമെൻറ്റ് നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് എപ്പോഴും അതൊരു ആസ്വദിക്കാനും മെമ്മറബിളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ജസരി ഭാഷയാണ് ദ്വീപിൻ്റെ സംസാര ഭാഷ. പക്ഷേ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാവരും നമ്മുടെ ഭാഷയിൽ തന്നെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മലയാളത്തിനോട് വലിയ സാദൃശ്യം ഡിഫറൻസ് ഒന്നുമില്ല, എന്നാൽ പോലും എന്താ പറയുക, നമുക്ക് അത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതല്ല അവരുടെ ഭാഷ. പക്ഷേ അവരെല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ തനി മലയാളം ഭാഷയിലായിരുന്നു അവരൊക്കെ നമ്മളോട് മിങ്കിൾ ചെയ്തൊക്കെ ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അവരോട് അത്രയും അറ്റാച്ച് ചെയ്യാൻ, നമ്മൾ പറയില്ലേ ഭാഷയാണ് എല്ലാവരുടെയും ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവരോടും കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്നതെന്ന്. അതുപോലെ തന്നെയായിരുന്നു അതേ ഒരു ഫീലിങ്സ്. നമ്മൾ എന്താ പറയുക, വേറൊരു സ്ഥലത്ത് പോകാമെന്നുള്ള ഒരു ഫീലിങ്സും ഇല്ലാതെ തന്നെ നമ്മളോട് അവർ അത്രയും നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫാമിലീൻ്റെ ഒരു എന്താ പറയുക, ഫാമിലിയിലുള്ള ആൾക്കാരെ പോലെ അവർ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണുന്ന എല്ലാ ദ്വീപിലും ഉണ്ടായത് തെങ്ങായിരുന്നു. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ദ്വീപിൻ്റെ പ്രധാന കാർഷിക ഉൽപ്പന്നം എന്ന് പറയുന്നത് തേങ്ങയാണെന്ന്. നമ്മൾ ദ്വീപുകളിൽ ജനവാസം ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ജനവാസം ഉള്ളത് നോക്കുകയാണെങ്കിൽ അഗത്തി, അമിനി എന്ന് പറയുന്നത് കൂടുതൽ പരിചയം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന അലീക്കയൊക്കെ അവിടെ ഉള്ളവരാണ്, അമിനിയിലുള്ളവരാണ്. അപ്പോൾ അവരിവിടെ വർക്കിന് വേണ്ടി വന്നതാണ് അഗത്തി ദ്വീപിലേക്ക്. പിന്നെ ഉള്ളത് ആന്ത്രോത്ത്, ബംഗാരം, ബിത്ര, ചെത്ലാത്, കടമത്ത്, കവരത്തി, കൽപ്പേനി, കിൽത്താൻ, മിനിക്കോയ്, ഇതൊക്കെയാണ് ജനവാസമുള്ള ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇതാണ് അജു, നമ്മൾ പരിചയപ്പെട്ട അജു. അജു വലിയ സംഭവമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡൊക്കെ നമ്മുടെ വീട്ടിലെ ഫുഡായിരുന്നു. ഫുഡാണ്, നാടൻ ഭക്ഷണം. അതിൻ്റെ കൂടെ നല്ല നല്ല മീനുകളും ഒക്കെ കിട്ടുന്നുണ്ട്. ചേട്ടായി വിശ്രമിക്കുകയാണോ ഫുഡിന് ശേഷം?
ഉറങ്ങിക്കോ എന്താ ഊഞ്ഞാലിൽ കിടക്കാനേ? അല്ല ഗൈസ്, നമ്മളെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നു. നമ്മളാരും ഒരു കൊണ്ടുപോകുന്നില്ല. അത് പറഞ്ഞു നാവ് വായിലിടുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി എത്തി. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലോക്കൽ സൈറ്റ് സീയിങ് ആയിരുന്നു. അപ്പം നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ചുറ്റും എന്താ പറയുക, അത് ഒരു 6 കിലോമീറ്ററാണ്. ഇത് എയർപോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 6 കിലോമീറ്റേഴ്സ് മാത്രമാണ്. അപ്പോൾ അതിൽ തന്നെ ഹൈസ്കൂൾ ആയിക്കോട്ടെ, ഹയർ സെക്കൻഡറി സ്കൂൾ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കടകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിച്ചപ്പോൾ അറിഞ്ഞത് തിയേറ്ററൊന്നും അവിടെ ഇല്ലയെന്നാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വീടുകളും പിന്നെ അത്യാവശ്യം ഒരു കുറച്ച് വലിയ വീടുകളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളെ നാടിനൊക്കെ വെച്ച് നോക്കുമ്പം ആഡംബരത്തിന് പിന്നിൽ പോവാത്ത ഒരു കൂട്ടം ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സ്നേഹം കൊണ്ടായിക്കോട്ടെ, അവരുടെ പെരുമാറ്റം കൊണ്ടായിക്കോട്ടെ, ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റുള്ള ഭാഷകളിൽ വന്നവരുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മൾ മാത്രമായിരുന്നു മലയാളീസ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ബാക്കി എല്ലാവരും വേറെ മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ അവർക്ക് പോലും ഇവരോട് അത്ര അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇവരുടെ ഒരു നമ്മളോടുള്ള പെരുമാറ്റവും ഒക്കെ കൊണ്ടാണ്. പിന്നെ നമ്മൾ ആദ്യം തന്നെ പോയത് മ്യൂസിയത്തിലേക്കായിരുന്നു. അഗാത്തിയിലുള്ള മ്യൂസിയത്തിലേക്കാണ് ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ നേരെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പോയി. ആദ്യം ഞാൻ വിചാരിച്ചു ആ ഒരു ചെറിയ റൂമിൽ എന്ത് ഇത്ര വലിയ കാണാൻ, നമ്മൾ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലേ അല്ലേ എന്നുള്ളത്. പക്ഷേ അതിനുള്ള കയറിയ സമയത്ത് ശരിക്കും നമ്മൾ എന്താ പറയുക, അവിടെ ഉണ്ട് അവർ പണ്ട് യൂസ് ചെയ്ത കാര്യങ്ങളും സാധാരണ മ്യൂസിയത്തിൽ എന്താ വെക്കുക അതൊക്കെ തന്നെയാണ്. പക്ഷേ ഭയങ്കര രസമായിരുന്നു. അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്താണ് മീൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ എന്താ പറയുക, നമ്മൾ തറവാട്ടിലെല്ലാം കാണുന്ന പോലത്തെ ലാമ്പ്, പത്തായങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. ആ സമയത്തൊക്കെ എനിക്ക് ഓർമ്മ വന്നത്, അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ ശേഷം അവരവിടുത്തെ അവിടെ എനിക്ക് അവർ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ടത്തെ അറക്കൽ ബീവീൻ്റെ കഥയൊക്കെ. അപ്പം ഇപ്പോൾ ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും ചെയ്യും. ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഇപ്പം കുറേ സിനിമകൾ ഇറങ്ങുന്നില്ലേ പണ്ടത്തെ കഥകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവിടുത്തെ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ലക്ഷദ്വീപിനെ കുറിച്ചുള്ള ചരിത്രം അറിയണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ഈ മ്യൂസിയം കണ്ടാൽ തന്നെ ഇത് ഭയങ്കര ചെറുതാണ്, പക്ഷേ ദ്വീപിൻ്റെ വിവിധ ചരിത്രവശങ്ങൾ ഇത് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്തായിരുന്നു അറിഞ്ഞത്. പിന്നെ നമ്മൾ മുകളിലേക്കും കയറി. അവിടെ ഇങ്ങനെ ഒരുപാട് അവർ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഓരോന്നും മീൻ ചെയ്യുന്നത്, കുറേ പണ്ടത്തെ കുറേ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അകത്തോട്ട് കയറി. അവിടെയും എന്താ പറയുക, പണ്ടത്തെ ഒരുപാട് പറ, അതുപോലെ തന്നെ ഈ കപ്പൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ടായിരുന്നു. കുറേ പെയിൻറ്റിങ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കയറുമ്പോൾ തന്നെ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഫീ ഒക്കെ അവർ വാങ്ങുന്നുണ്ടോ അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ടെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളവിടെ കുറേ സമയം ഇങ്ങനെ ഇതിലൂടെ നടന്നു. പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകളും, അതുപോലെ തന്നെ അവർ കിടക്കുന്ന പായി, അതുപോലെ തന്നെ തുണികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങനെ എക്സ്കർഷനൊക്കെ കൊണ്ടുപോയ ഒരു ഫീലായിരുന്നു. പക്ഷേ എനിവേസ് ദാറ്റ് വാസ് ഗുഡ്. പിന്നെ അവരുടെ ഊഞ്ഞാലൊക്കെ കണ്ടിട്ടായിരുന്നു. ഞാനത് ഊഞ്ഞാലാന്ന് വിചാരിച്ചത്, പക്ഷേ അങ്ങനെയല്ല. അവിടെ എഴുതി വെച്ചത് അവരുടെ കിടക്കുന്ന കട്ടിലെന്നായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഊഞ്ഞാൽ പോലെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി. ഞാൻ വിചാരിച്ചു അത്രയേ ഉള്ളൂ, അന്നത്തെ ദിവസം അത്ര മാത്രമേ ഉണ്ടാവുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ കുറേ ബീച്ചിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. 3 ബീച്ചിലേക്ക് പോയി. ഒന്ന് ഈസ്റ്റേൺ ജെട്ടി, വെസ്റ്റേൺ ജെട്ടി, പിന്നെ ലഗൂൺ ബീച്ച്. ഈ 3 സ്ഥലത്തായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഓരോ സ്ഥലത്തും പോയിട്ട് നല്ല നല്ല വ്യൂസ് ആയിരുന്നു. ആ ഓരോ ബീച്ചിലുണ്ടായിരുന്ന നല്ല വ്യൂസ് ആയിരുന്നു. ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
മലയാളികൾ എവിടെ പോയാലും മലയാളികളെ കണ്ടുപിടിക്കുന്ന പറഞ്ഞ പോലെ തന്നെ നമ്മളവിടെ പോയപ്പം തൊട്ട് നമ്മുടെ കൂടെ കൂടിയതാണ് അജുവും നിസാമും. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളീസാണ് എസ്പെഷ്യലി, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അടുത്തത്. പക്ഷെ അത് കൂടാതെ നമ്മളെ ഏജ് ഗ്രൂപ്പാണ്, നമ്മളെ ഒരു ഭയങ്കര കമ്പനിയായി. അവർ എന്താ തുടങ്ങി തൊട്ട് രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ ഫുൾ ടൈം നമ്മുടെ കൂടെയായിരുന്നു. അടിപൊളിയായിരുന്നു അവരോടുള്ള ഇൻട്രാക്ഷൻസും. അവരെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു യാത്രയിൽ അവരെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴും നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. സോ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനത്തെ ജേണിയിലൊക്കെയാണ് നമ്മൾ ഓരോ ആൾക്കാരെ പരിചയപ്പെടും. അങ്ങനെയൊക്കെ നല്ല നല്ല കമ്മ്യൂണിക്കേഷൻസും ഇൻട്രാക്ഷൻസും ഒക്കെ ഓരോ ആൾക്കാരോട് ഉണ്ടാവുക. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് നോക്കിയേ, എന്ത് രസമല്ലേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയല്ലേ? ആ ഒരു ഫീലിംഗ് അപ്പോഴും ഇപ്പോഴും എപ്പോഴും തോന്നുന്നതാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഈവനിങ്ങിലൊക്കെ അതിലൂടെ പോകാൻ വേണ്ടിയിട്ട് സൂപ്പറായിരുന്നു. നമ്മൾ ആദ്യം പോയത് വെസ്റ്റേൺ ജെട്ടി ആയിരുന്നു. അവിടെ നേരെ നമ്മൾ വന്നത് ലഗൂൺ ബീച്ചിലേക്കായിരുന്നു. ലഗൂൺ ബീച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഞാൻ കണ്ടത് ഒരിക്കലും ഫോറിനേഴ്സിനോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ട്രിപ്പ് പോയവരോ ഒന്നുമല്ല. അവിടുത്തെ ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് അവിടെ എന്താ പറയുക, അവിടെ വന്നിരുന്ന് ഫോണൊന്നും അവരുടെ കയ്യിലേ കാണാനില്ല. അവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുക. ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ പണ്ടൊക്കെ വീട്ടുകാരെ ഇരുന്ന്, നമ്മളിപ്പോൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ പണ്ടുള്ളവരൊക്കെ ഇരുന്ന് സംസാരിക്കില്ലേ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട്, അതുപോലെയായിരുന്നു. ആ ബീച്ച് സൈഡ് ഫുള്ള് അവിടുത്തെ ആൾക്കാരായിരുന്നു. പക്ഷേ എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കണ്ട് ഇപ്പം നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ നല്ല മെമ്മറീസാണ് എപ്പോഴും ഫോൺ യൂസ് ചെയ്തിട്ടും അല്ലാതെയൊക്കെ കളയുന്നത്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു അവിടെ. പിന്നെ അവിടെ ഒരുപാട് ബോട്ടും, പിന്നെ പണ്ട് അവിടെ എന്താ പറയുക അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായ ബോട്ടും കപ്പലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അവർ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നതാണ്. അതായത് കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അതൊരു പ്ലാന്റിലേക്ക്, വാട്ടർ പ്യൂരിഫൈങ് പ്ലാന്റിലേക്ക് കൊടുത്തിട്ട് ഇതിന് പ്യൂരിഫൈ ചെയ്തിട്ട് അവർ യൂസ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അവിടെയൊക്കെ കറങ്ങി വരുമ്പോഴത്തേക്കും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ ഈസ്റ്റേൺ ജെട്ടിയിലേക്ക് പോയി. അവിടെ എല്ലാവരും മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അവർ യൂസ് ചെയ്തെന്ന ആ സാധനം, മീൻ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തതെന്ന് പറയുന്നത് ഭയങ്കര പൈസയുള്ള സാധനമായിരുന്നു പോലും. ഒരു 12,000 സംതിങ് ഉണ്ട് അതിൻ്റെ ചെറിയൊരു പാർട്ട്നർ എന്നൊക്കെ പറയുന്നുണ്ടായി. നിങ്ങൾ നേരത്തെ കഴിക്കുമ്പോൾ എന്തുകൊണ്ട് വിളിച്ചില്ല? ഫുഡൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ അവിടെ അലിയിക്കാനൊക്കെ ഓർമ്മ വരുന്നുണ്ട്. കാരണം അത്രയും ടേസ്റ്റി ഫുഡായിരുന്നു. ഞാൻ എല്ലാ ദിവസവും പോയിട്ട് ഏട്ടാ അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു. അത്രയും അടിപൊളിയായിരുന്നു അവരുടെ ഫുഡ്. നാളെ